43 വയസ്സുള്ള മനുഷ്യൻ തന്റെ സ്വന്തം 20 വയസ്സുള്ള മോളെ കല്യാണം കഴിച്ചു. ഒരു 20 വയസ്സുകാരനും 15 വയസ്സുകാരിയും കൂടെ ഓൺലൈനിൽ കൂടി ഫ്രണ്ട്സ് ആവും. 16 തികഞ്ഞപ്പം അലീസ സ്റ്റീവന്റെ കൂടെ പോയി താമസിക്കാൻ തുടങ്ങി. അലീസ വിചാരിച്ചു അച്ഛനായ സ്ഥിതിക്ക് ഇനി സ്റ്റീവന്റെ സ്വഭാവമൊക്കെ മാറി നന്നാവുമെന്ന്. ഈ കുഞ്ഞിനെ കാണുന്നതേ സ്റ്റീവൻ ഇഷ്ടമല്ല. കുഞ്ഞിന് 8 മാസമായപ്പോഴത്തേക്ക് ഇയാളുടെ ദേഷ്യവും അതുപോലെ കൂടി. അങ്ങനെ ആക്രമണവും കൂടാൻ തുടങ്ങി. ഈ അമ്മ വേറൊരു ഫാമിലിക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി കുഞ്ഞിനെ കൊടുക്കുക. അങ്ങനെ കെയ്റ്റി എന്ന ആ കുഞ്ഞിന് നല്ലൊരു അപ്പനെയും അമ്മയും കിട്ടി. അങ്ങനെ 9 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് രണ്ടാമത്തെ ഒരു മോളുണ്ട്, മൂന്നാമത്തെ മോളും ഉണ്ട്. സ്റ്റീവൻ ജോലിക്ക് പോലും പോകാതെ ബിൽ അലീസയ്ക്ക് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വരിക. 17 വയസ്സായ മൂത്ത മോളുടെ 8 മാസത്തിൽ അഡോപ്ഷന് കൊടുത്ത കുഞ്ഞിനെ ഇപ്പോഴാണ് അലീസ FB-യിലൂടെ കാണുന്നത്. വർഷങ്ങൾക്ക് ശേഷം കെയ്റ്റി പേരൻസിനെയും സിസ്റ്റേഴ്സിനെയും മീറ്റ് ചെയ്യാൻ വീട്ടിൽ വന്നു. അലീസ പണ്ടത്തെ പോലെ തന്നെ 2ഉം 3ഉം ജോലി ചെയ്ത് ഫാമിലി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന്റെ തിരക്കിലാണ്. ആ സമയം അപ്പനും മൂത്ത മോളും കൂടെയുള്ള ബോണ്ട് കൂടിക്കൂടി വന്നു. ആ ബോണ്ട് ഒരു ഡോട്ടർ ഫാദർ റിലേഷൻഷിപ്പ് അല്ല. അലീസ ക്വസ്റ്റ്യൻ ചെയ്തു, നിനക്കിതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വെക്കോളാൻ വീട്ടിൽ നിന്ന്. അപ്പം തന്നെ അലീസ തീരുമാനിച്ചു 3 മക്കളെയും കൊണ്ട് വീട് വിട്ടു പോകുക തന്നെയാണ്. പക്ഷെ അപ്പോഴാണ് ട്വിസ്റ്റ്. അങ്ങേരും മോളും ലവിലാണെന്നും അവർക്ക് ഉടനെ ഒരു കുഞ്ഞുണ്ടാകാൻ പോവാണ്. പേടിച്ച് വിറച്ച് ഈ അമ്മ പോലീസിനെ വിളിച്ച് പരാതി പറഞ്ഞു. പോലീസ് പെട്ടെന്ന് വന്ന് ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്തൊന്നുമില്ല. പക്ഷെ മോളെയും കൂട്ടി വേറെ സ്റ്റേറ്റിലോട്ട് കടന്നു. അവിടെ ചെന്ന് ഇവര് തമ്മിൽ അപ്പനും മോളും ആണെന്നുള്ള സത്യമൊക്കെ മറച്ചു വെച്ച് കല്യാണം നടന്നു. ആ സമയം മോള് 9 months പ്രഗ്നന്റ് ആണ്. ഈ കലാപരിപാടിക്കെല്ലാം അവരുടെ കുഞ്ഞു ഈ ലോകത്തോട്ട് വന്നു, ഒരു ബേബി ബോയ്. അങ്ങനെ അവിടുന്ന് പോലീസ് വന്ന് 2 പേരെ അറസ്റ്റ് ചെയ്തു. അപ്പനും മോളും തമ്മിൽ അരുതാത്ത ബന്ധം ഉണ്ടായതിന് 2 പേരും ജയിലിൽ. 2 മാസം കഴിഞ്ഞാണ് 2 പേർക്കും ജാമ്യം കിട്ടുന്നത്. അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞ് കെയ്റ്റി താൻ ചെയ്ത തെറ്റുകളൊക്കെ മനസ്സിലാക്കി തുടങ്ങി. അങ്ങനെ ഫാദറും ഹസ്ബൻഡുമായ സ്റ്റീവനോട് ആവശ്യപ്പെട്ടു ഇനി അവളെ വെറുതെ വിടണമെന്നും ഇനി അവക്കും കുഞ്ഞിനും കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്നും. ഈ കെയ്റ്റിയുടെ ഈ മനംമാറ്റം കണ്ട് സ്റ്റീവന് ഭ്രാന്തായി. അയാൾ തന്റെ സ്വന്തം പിഞ്ചു കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടു ചെന്നിട്ട് ശ്വാസം മുട്ടിച്ചു കൊന്നു. എന്നിട്ട് കാറും എടുത്ത് 600 മൈൽ ദൂരെ താമസിക്കുന്ന മോളും ഭാര്യയുമായ കെയ്റ്റിയെ കാണാൻ പോകും. കെയ്റ്റിയുടെ വീടിന്റെ അടുത്ത് മാറി നിന്നു. കെയ്റ്റിയുടെ ജീപ്പ് വരുന്നത്. ഇവരുടെ ജീപ്പ് പാസ് ചെയ്യുന്ന ടൈമിൽ കയ്യിലുണ്ടായിരുന്ന ഗൺ വെച്ച് കെയ്റ്റിയെയും അഡോപ്റ്റഡ് ഫാദറിനെയും ഷൂട്ട് ചെയ്തു. സ്റ്റീവൻ ആ കാറിലിരുന്ന് തന്നെ സ്വയം വെടിവെച്ചു മരിച്ചു.